ഇതുപോലെ ഒന്നും കൂടി ചെയ്ത് നോക്കിയാലോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. ഈ ഒരു ആർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലും ഈ റിപ്പീറ്റേഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു വട്ടം ചെയ്താൽ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതുപോലെ കുറച്ച് കർവ് ലൈൻസ് നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ആയിട്ടാണ് വരയ്ക്കുക. ഇപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക, അയ്യേ ഇങ്ങനെയൊക്കെ വരച്ചാൽ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെ ആവുമെന്ന്. പക്ഷെ നിങ്ങൾ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ ഞെട്ടുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ 4 ഇതളുകൾ, അതായത് ഒരു പൂവ് ഇങ്ങനെ 4 കോളത്തിലായിട്ട് വരച്ച് കൊടുക്കും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിക്കോളും. പിന്നെ ഇങ്ങനത്തെ പരിപാടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ഒക്കെ വർദ്ധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് നന്നായിട്ട് റിലാക്സ് ആയിക്കോളും. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് സർക്കിളുകൾ നമ്മൾ വരച്ച ഇതളിൻ്റെ ഉള്ളിൽ കൂടെ വരച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കി എംറ്റി ഭാഗം ഉണ്ടാവില്ലേ, ഇത് നമ്മൾ കളർ ചെയ്ത് ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുക. ഇതുപോലെ എല്ലാതും ഫില്ലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറച്ച് കർവി ലൈൻസ് വരച്ചു കൊടുക്കണം. എല്ലാത്തിലും ഇതുപോലെ കാണുന്നത് പോലെ വരച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയൊക്കെ ആയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാജിക് എന്താണെന്ന് മനസ്സിലാകും. പിന്നെ ഞാനിവിടെ ഫുള്ള് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.